ഇടതുമുന്നണിയുടെ അടിത്തറയിളക്കിയ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും. പിണറായി എന്ന ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം ഇടതുമുന്നണിക്കാകെ തിരിച്ചടിച്ചു. പാർട്ടിയുടെ കോട്ടയായ ധർമ്മടത്ത് ആദ്യ 6 റൗണ്ട് വരെ പിന്നിൽ പോയതും പിണറായി വിരുദ്ധതയുടെ തെളിവായി. പാർട്ടി സെക്രട്ടറിയായ കാലം മുതൽ CPM-നുള്ളിൽ പിണറായി യുഗമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചപ്പോൾ VS അച്യുതാനന്ദനെ അടുത്തിരുത്തി കേരളത്തിൽ പാർട്ടിയുടെ പാർലമെന്ററി രംഗത്ത് പിണറായി വിജയൻ യുഗം നേതൃത്വം അന്ന് പ്രഖ്യാപിച്ചു. അതോടെ സർക്കാരിലും പിണറായി യുഗത്തിന്റെ തുടക്കമായി. 10 വർഷത്തെ ഭരണം പിണറായിയിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഒടുവിൽ അതെല്ലാം തിരിച്ചടിച്ചു. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിരുദ്ധ വികാരവും കേരളത്തിൽ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കാൻ കാരണമായി. കേരളത്തിലുടനീളം ആഞ്ഞടിച്ച UDF തരംഗത്തിന് പ്രധാന കാരണമായി കാണാൻ കഴിയുന്നത് പിണറായി വിരുദ്ധ തരംഗം തന്നെ. പാർട്ടി കോട്ടയായ ധർമ്മടത്ത് ആദ്യ റൗണ്ടുകളിൽ പിന്നിൽ പോയത് പിണറായി വിജയന്റെ തോൽവി കൂടെയാണ്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് LDF-ന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. അതൊരു സൂചനയാണ്. കണ്ണൂരിലെ പാർട്ടി വിമതന്മാരുടെ വിജയം പോലെ CPM-നെ കണ്ണു തുറപ്പിക്കേണ്ട സൂചന. പിന്നെ തിരിച്ചടിച്ചത് പിണറായിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉന്നയിച്ച ആളായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകളും പ്രചരണവാക്യങ്ങളും മാത്രമാണ് കേരളത്തിൽ ഇടതുമുന്നണി ഉയർത്തിക്കാട്ടിയത്. പിണറായി വിരുദ്ധത മനസ്സിലുള്ള ജനം ആഞ്ഞുകുത്തി. ഇടതുമുന്നണിയുടെ ഇടതു നെഞ്ചത്ത് ആ മുറിവ് മാറാൻ ചില്ലറ പണിയെടുത്താൽ മതിയാകില്ല. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിക്കുള്ളിൽ വീണ്ടും വരണമെന്ന് ഈ വിധിയോടെ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരും അണികളുമുണ്ട്. പല തെറ്റുകളും കണ്ടെങ്കിലും ഇതുവരെ മൗനം പാലിച്ചവർ ഇനി പാർട്ടി യോഗങ്ങളിലെങ്കിലും തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുമെന്ന് വിചാരിക്കുന്നവരും കുറവല്ല. മീഡിയ 1 തിരുവനന്തപുരം.